ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നാഥൻ വരും നാളിൽ നാഥനോടന്നാളിൽ നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. നാഥൻ വരും നാളിൽ നാഥനോടന്നാളിൽ നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. രോഗവും ശോകവുമില്ലവിടെ ആശ നിരാശയും ലേശമില്ല. രോഗവും ശോകവുമില്ലവിടെ ആശ നിരാശയും ലേശമില്ല. നിത്യാനന്ദം തിരുപാദമെന്താനന്ദം സത്യസനാതന നിത്യസുഖം. നിത്യാനന്ദം തിരുപാദമെന്താനന്ദം സത്യസനാതന നിത്യസുഖം. നാഥൻ വരും നാളിൽ നാഥനോടന്നാളിൽ നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. സ്വർഗീയവാസമവർണ്ണനീയം സ്വത്തും സമ്പാദ്യവും ദൈവം തന്നെ. സ്വർഗീയവാസമവർണ്ണനീയം സ്വത്തും സമ്പാദ്യവും ദൈവം തന്നെ. സത്യവും നീതിയും നിത്യം വാഴും തീരം നിത്യവും ആസുരം ശാന്തി തീരം. സത്യവും നീതിയും നിത്യം വാഴും തീരം നിത്യവും ആസുരം ശാന്തി തീരം. നാഥൻ വരും നാളിൽ നാഥനോടന്നാളിൽ നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. ഭൂമിയിലെ വാസമതെന്നു തീരും അന്നു പറന്നു നാം ചെന്നു ചേരും. ഭൂമിയിലെ വാസമതെന്നു തീരും അന്നു പറന്നു നാം ചെന്നു ചേരും. സുന്ദര മന്ദിരം ശുദ്ധര പ്രിയരും ദൂതരോടൊത്തു വസിച്ചിടുമേ. സുന്ദര മന്ദിരം ശുദ്ധ
വീടും വിട്ട് നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ട് നാം ചേരും സിയോനിൽ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായിട്ട് കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ കർത്താവ് ബലഹീന അടിയന് തന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം അതിങ്ങനെയാണ്: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കൂരിരുൾ താഴ്വര എന്ന് നമ്മുടെ ബൈബിളിൽ വായിക്കുന്നത് ശരിയായ ട്രാൻസ്ലേഷൻ മരണനിഴലിൻ താഴ്വര എന്നാണ്. ദ വാലി ഓഫ് ദി ഷാഡോ ഓഫ് ഡെത്ത്, മരണനിഴലിൻ താഴ്വര. സങ്കീർത്തനക്കാരനായ ദാവീദ്, ഭക്തനായ ദാവീദ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറയുകയാണ്, മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എന്താണ് ഈ ഭക്തന് ഇത്ര ധൈര്യം? മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാൽ പോലും ഭയമില്ല എന്ന് പറയാൻ തക്കവണ്ണം ഇത്ര പ്രാഗൽഭ്യം എന്താണ്? ദൈവം കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ്. നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്നാണ് ഭക്തൻ പറയുന്നത്. അവിടെ ദൈവത്തെ ഇടയനായിട്ടും ഭക്തനായ ദാവീദ് ഒരു ആടായിട്ടും മാറിക്കൊണ്ടാണ്, ധ്യാനിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം ഈ ഇടയൻ എന്നോട് കൂടെയുണ്ട്. ഇടയൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്, കോലുണ്ട്. ഈ വടി മറ്റുള്ള മൃഗങ്ങളെ അടിച്ചു ഓടിക്കാനുള്ള വടിയാണ്, സംരക്ഷണം നൽകുന്ന വടിയാണ്. ഈ വടി ശാസിക്കാനുള്ള വടിയാണ്, തെറ്റുപറ്റിയാൽ ശാസിക്കാനുള്ള വടിയാണ്. മറ്റ് ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് ആടിനെ ഇടയൻ രക്ഷിക്കുന്നത് ഈ വടി കൊണ്ടാണ്. എന്നാൽ ഒരു കോലുണ്ട്, അത് അറ്റത്ത് വളഞ്ഞു നിൽക്കുന്നൊരു കോലാണ്. ഈ കോൽ എന്തിനുള്ളതാണ്? ഈ ആട് ഏതെങ്കിലും കുഴിയിൽ വീണു പോയാൽ അതിനെ കോരിയെടുക്കാൻ വേണ്ടിയിട്ട്, അതിനെ നിയന്ത്രിച്ച് കൃത്യമായ വഴിയിലൂടെ നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് കോല്. അപ്പോൾ നിന്റെ വടിയും കോലും എനിക്ക് ആശ്വാസമാണ് എന്ന് ഭക്തൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൽ നിങ്ങൾക്ക് അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ യഥാർത്ഥ ക്രിസ്തു ഭക്തനാണെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ തളരുകയില്ല. ഈ യേശുവാണ് എൻ്റെ ഇടയൻ, യഹോവയാണ് എൻ്റെ ഇടയൻ, യേശുവാകുന്ന കർത്താവാണ് എൻ്റെ ഇടയൻ എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സറിഞ്ഞ ജീവിതത്തിലൊരു പാപം വരികയില്ല എന്നുള്ള തീരുമാനമുണ്ടെങ്കിൽ, പിശാചിന് അവകാശമുള്ളത് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള പ്രാഗൽഭ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? രോഗം വന്നാൽ ഭയപ്പെടണമോ? മരണനിഴലിൽ താഴ്വരയിൽ കൂടെ സഞ്ചരിച്ചാൽ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പ്രിയമുള്ളവരെ, ഇവിടെ ഭക്തൻ പറയുകയാണ്, ഞാൻ ഒട്ടും ഭയക്കുന്നില്ല എന്ന്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം വരാറുണ്ടോ? ഭയക്കേണ്ടതില്ല എന്നാണ് വിശ്വാസികൾ അടിയുറച്ച് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നത്. ദൈവഭക്തന്മാരുടെ എന്ത് പ്രാഗൽഭ്യത്തോടെയുള്ള മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്? പ്രിയമുള്ളവരെ, മരണത്തെ ഭയക്കേണ്ട ആവശ്യമില്ല, അതൊരു മാറ്റമാണ്. ഒരു ലേഖകൻ പറയുകയാണ്, അതൊരു മാറ്റം മാത്രമാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നു, ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും എല്ലാം മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മരണം മൂലം മാറ്റപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ആരും ഭയക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നാം മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. ഭയക്കേണ്ട ആവശ്യമില്ല എങ്കിലും മരണത്തെക്കുറിച്ച് ഓർക്കണം. ഭയക്കേണ്ട ആവശ്യമില്ലെങ്കിലും മരണത്തിനായിട്ട് നാം ഒരുങ്ങണം എന്ന് ബൈബിൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മരണത്തിനായിട്ട് നാം ഒരുങ്ങണം എന്ന് പറയുന്നത്, മരണത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുന്നത്? മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മരണത്തിനപ്പുറമുള്ള നിത്യതയെക്കുറിച്ച് നാം ചിന്തിക്കണം. പ്രിയമുള്ളവരെ, മരണം കഴിഞ്ഞാൽ ഒരു ന്യായവിധി ഉണ്ട് എന്നും ഒന്നുകിൽ സ്വർഗമാണ് നരകമാണ് എന്ന് വേദപുസ്തകം കൃത്യമായിട്ട് പറയുമ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചില്ല എങ്കിൽ അത് അപകടമാണ്, അബദ്ധമാണ്. മരണത്തെക്കുറിച്ച് ഭയക്കേണ്ടതില്ല എങ്കിലും മരണത്തിനായിട്ട് നമ്മൾ ഒരുങ്ങണം. 144-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിക്കാം. മനുഷ്യൻ ഒരു ശ്വാസത്തിനു തുല്യമത്രേ, അവൻ്റെ ആയുഷ്കാലം കടന്നുപോകുന്ന നിഴൽ പോലെയാകുന്നു. മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യമത്രേ, അല്പനേരത്തേക്ക് മാത്രമുള്ള ഒരു ശ്വാസത്തിന് തുല്യമത്രേ എന്നാണ് പറയുന്നത്. ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്ന ശ്വാസം അടുത്ത നിമിഷം അപ്രത്യക്ഷമാകുന്നതായ ഒരു ശ്വാസത്തിന് തുല്യമാണ് മനുഷ്യനെന്ന്.
മനുഷ്യനൊരു ശ്വാസത്തിന് തുല്യമത്രേ, അവൻ്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെ അത്രയെന്നാണ് പറയുന്നത്. നിഴൽ നമ്മുടെ ഒപ്പം നീങ്ങുന്നതാണ്, പക്ഷേ അതിനെ പിടിക്കാൻ കഴിയില്ലല്ലോ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ നിഴൽ അപ്രത്യക്ഷമാകും. മനുഷ്യൻ്റെ ആയുസ് ഒരു നിഴൽ പോലെയാണ്, അതൊരു ശ്വാസം പോലെയാണ്. 90-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ അവിടെ പറയുന്നു, മനുഷ്യൻ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു എന്ന്, വൈകുന്നേരത്ത് അത് അരിഞ്ഞ് വാടിപ്പോകുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഒരു രാവിലെ മുളച്ചു വരുന്ന പുല്ല് വൈകുന്നേരത്ത് വാടിപ്പോകുന്നതായ ഒരു പുല്ലിനോട് സമമാണ് മനുഷ്യൻ്റെ ആയുസ് എന്ന് 90-ാം സങ്കീർത്തനത്തിൽ മോശ പറയുകയാണ്. യാക്കോബിലെ എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. അവിടെ എന്തിനോടാണ് നമ്മുടെ ജീവിതത്തെ ഉപമിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ഒരു ആവി പോലെയാണ് എന്ന്. പക്ഷെ ഇതെല്ലാം മനുഷ്യർ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അഹങ്കാരത്തോടെ പലതും പറയുമോ? അഹങ്കാരത്തോടെ പലതും പ്രവർത്തിക്കുമോ? വീട്ടിൽ കലഹം ഉണ്ടാക്കുമോ? വാശിയും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പുമായിട്ടിരിക്കുമോ? ഒരു ശ്വാസം പോലെയാണ്, ഒരു ആവി പോലെയാണ്, ഒരു പുല്ല് പോലെയാണ്, അത്രമേ ആയുസുള്ളൂ എങ്കിൽ, എപ്പോൾ വേണമെങ്കിലും കടന്നു പോകുന്ന അവസ്ഥയാണ് എന്നുണ്ട് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, മനുഷ്യര് പാപം ചെയ്യുമോ? പ്രിയമുള്ളവരെ, നിത്യതയെക്കുറിച്ച് ചിന്തിക്കുകയില്ലേ? പക്ഷെ ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കൂ, മരണത്തെക്കുറിച്ച് ചിന്തയില്ലാതെ, നിത്യതയെക്കുറിച്ച് ചിന്തയില്ലാതെ, ദൈവത്തെ ഭയമില്ലാതെ, പാപം ചെയ്യാൻ ഒരു മടിയുമില്ലാതെ ജീവിക്കുന്ന തലമുറ. മരണത്തെക്കുറിച്ച് നാം ഓർക്കണം, മരണത്തിനായിട്ട് നാം ഒരുങ്ങണം. മരണം പല വിധത്തിലാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. നല്ലതുപോലെ ആയുസ്സെത്തി, നല്ലതുപോലെ വാർദ്ധക്യം വന്ന്, അവസാനം കണ്ണ് കാണാൻ പറ്റാതെയായി, ചെവി കേൾക്കാൻ പറ്റാതെയായി, സംസാരിക്കാൻ പറ്റാതെയായി, കിടപ്പായി നല്ല വാർദ്ധക്യത്തിൽ മരിക്കുന്നവരുണ്ട്. എന്നാൽ ചിലപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുണ്ട്. ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് കോവിഡിന് ശേഷം. ഇന്ത്യയിൽ തന്നെ ഒരു വർഷം 10-23,000 പേര് കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. ചിലപ്പോൾ രോഗം വന്ന് വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പല വിധത്തിലാണ് മരണം. ചിലപ്പോൾ ഒട്ടും നനച്ചിരിക്കാതെ ആക്സിഡൻറ്റിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പല രീതിയിൽ കടന്നു പോകുന്നവരുണ്ട്. പണ്ട് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു സഭകളിലെല്ലാം. അതിങ്ങനെയാണ്, നല്ലൊരു അന്ത്യം തരണമേ ദൈവമേ എന്ന്, പിന്നെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. നല്ല അന്ത്യം എന്ന് പറയുന്നത് രോഗം വരാതെ മരിക്കണമെന്നതിനെ കുറിച്ചായിരിക്കും അവർ പറയുന്നത്, എനിക്കറിയാൻ പാടില്ല. പെട്ടെന്നുള്ള മരണം അങ്ങനെ സംഭവിക്കുമ്പോൾ ശരിയായ രീതിയിൽ ഒരുങ്ങാനോ കുടുംബാംഗങ്ങളോട് യാത്ര പറയാനോ ഒന്നും പറ്റാതെ കടന്നു പോകുന്നവരുണ്ട്. അതും വേണ്ട എന്നാണ് പലരും പ്രാർത്ഥിക്കുന്നത്. ക്രൈസ്തവ സഭകളിൽ പ്രാർത്ഥനാക്രമങ്ങളിലുള്ള പ്രാർത്ഥനയാണത്. എന്നാൽ യഥാർത്ഥ ക്രിസ്തുഭക്തന് എപ്പോൾ മരിച്ചാലും, എങ്ങനെ മരിച്ചാലും, രോഗം വന്ന് മരിച്ചാലും, ഏത് പ്രായത്തിൽ മരിച്ചാലും അവനൊരു വിഷയമല്ല. കാരണം അവന് ദൃഢമായൊരു വിശ്വാസമുണ്ട്. മരണം എന്നുള്ളത് ഈ ലോകത്തിൽ നിന്ന് അക്കരെ നാട്ടിലേക്കുള്ളൊരു യാത്രയാണ്. ആ യാത്ര ദൈവത്തോടൊപ്പം തുടർന്നുള്ള ജീവിതമാണ്. അതിനവന് സന്തോഷമായിരിക്കും. പക്ഷേ ബന്ധുക്കൾക്ക് സങ്കടമായിരിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തുഭക്തന് അത് സന്തോഷമുള്ള യാത്രയായിരിക്കണം മരണം എന്ന് പറയുന്നത്. അതിനെ ഭയക്കേണ്ടതായ ആവശ്യമില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ പലപ്പോഴും യാത്ര പോകാറില്ലേ? എവിടേക്കെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് എല്ലാം തയ്യാറാക്കി ഒരുങ്ങാറുണ്ടോ? ഞാൻ ഒരുങ്ങാറുണ്ട്. പലപ്പോഴും വചനം പറയാനോ അല്ലെങ്കിൽ ചില ബിസിനസ് യാത്രകൾക്കോ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കും. എന്നിട്ട് നല്ലതുപോലെ പരിശോധിച്ചിട്ടൊക്കെയാണ് പോകാറ്. ഒരിക്കലും ഒരു വ്യക്തി വിദേശത്ത് പോകാനായിട്ട് ഒരുമ്പിട്ടപ്പോൾ, എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ്, ഒരുമ്പിട്ട് അദ്ദേഹം എയർപോർട്ടിൽ ചെന്നു. എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് പാസ്പോർട്ട് എടുത്തിട്ടില്ല എന്ന് ഓർക്കുന്നത്. നല്ലൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് യാത്രകളൊക്കെ നല്ല ഭംഗിയായിട്ട് പോയിട്ട് വരാനെല്ലാം സാധിക്കും. യാത്രയ്ക്കായിട്ട് നമ്മൾ പലരും ഒരുങ്ങാറുണ്ട്. ദൂരയാത്രയ്ക്ക് പോവുകയാണെങ്കിൽ നല്ലതുപോലെ ഒരുക്കം എടുക്കാറുണ്ട്. താമസിച്ചുള്ള യാത്രയാണെങ്കിൽ നല്ലതുപോലെ ഒരുങ്ങാറുണ്ട്. ഞാൻ എപ്പോഴും ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് എൻ്റെ സ്പെക്സാണ് ഞാൻ എഴുതി വയ്ക്കുന്നത്. മൊബൈൽ ഫോണും ചാർജറും എടുത്ത് വന്ന് നോക്കും. അത്യാവശ്യം ബൈബിൾ എപ്പോഴും എല്ലാ യാത്രകളിലും കൂടെ ഉണ്ടാകും. പിന്നെ ബാക്കിയുള്ള ലിസ്റ്റെല്ലാം തയ്യാറാക്കും. യാത്രയ്ക്കായിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങാറുണ്ട്. എന്നാൽ മരണമെന്ന യാത്രയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങാറുണ്ടോ? അതൊരു യാത്രയാണല്ലോ. ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങാറുണ്ടോ? ഈ യാത്രയെക്കുറിച്ച്
സിസ്റ്റർ മേരി ബെനീഞ്ഞ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയിൽ ആ ഭക്ത പറയുന്നത് ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാണ് എന്നാണ്. ഒന്നും വഹിച്ചുകൊണ്ട് പോകാത്ത യാത്രയാണ്, ഒന്നും കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു യാത്രയാണ് എന്നാണ്. കരത്തിലുള്ളതെല്ലാം അതിർത്തിയിൽ ത്യജിച്ചു കളയുന്ന ഒരു യാത്ര എന്നാണ് മേരി ജോൺ തോട്ടത്തിൽ നിന്ന് മുൻപ് പേരുണ്ടായിട്ട് സിസ്റ്ററായപ്പോൾ മേരി ബെനീഞ്ഞ എന്ന് പേര് സ്വീകരിച്ചതായ ആ മഹതി പാടുന്നത്, കവിതയിൽ ചൊല്ലുന്നത്. അതിങ്ങനെയാണ്: സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലീ നമുക്ക് പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. പ്രസിദ്ധനായ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ മഹാകവിയായ ഗ്രീക്ക് കവിയായ ഹോമറും, ഒഡീസിയ എന്ന കാവ്യങ്ങളെല്ലാം എഴുതിയതായ ഹോമറും, സമത്വമറ്റ സോളമൻ, ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും ധനം കൊണ്ടും എല്ലാം നല്ലതുപോലെ പ്രാവീണ്യം സമ്പാദിച്ചതായ സോളമനും തുടങ്ങിയുള്ള വിജ്ഞരെല്ലാം അമർന്നുപോയി കാലചക്രം എന്ന് പറയുന്നത്, ജനനം മരണം എന്ന് പറയുന്ന കാലചക്ര വിഭ്രമത്തിൽ എല്ലാവരും ഒഴിഞ്ഞുപോയി. പിന്നെ എന്തിനാണ് ശങ്ക? മാറ്റമൊന്നുമില്ല, നമ്മളും മരിക്കുമെന്ന്. ദൈവത്തിന് മഹത്വം, നമ്മളും ഈ യാത്ര ചെയ്യേണ്ട വ്യക്തികളാണ് എന്ന് വീണ്ടും കവിയത്രി പാടുകയാണ്: ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്ര ആകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. തിരിച്ചു വന്നിടാത്ത യാത്രയാണ് എന്ന്. അതിർത്തി എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ മരണത്തിൽ ഇതെല്ലാം ത്യജിച്ചിട്ട് വേണം പോകാൻ എന്നാണ് പറയുന്നത്. ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത, ഒരിക്കലും തിരിച്ചു വന്നിടാത്ത യാത്രയാണ് എന്ന്. അങ്ങനെ ആ യാത്രയെക്കുറിച്ച് നിങ്ങൾ ചിന്തയുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് എന്തുമാത്രം സ്നേഹമുള്ളവരായിരിക്കും. പ്രിയമുള്ളവരെ, പിരിയാനുള്ളവരാണ്. അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും പിരിയാനുള്ളവരാണ്. അങ്ങനെ പിരിയാനുള്ളതാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ എന്തുമാത്രം നിങ്ങൾ സ്നേഹിക്കും, എന്തുമാത്രം മറ്റുള്ളവരെ സഹായിക്കുമെന്നാണ് ചോദ്യം. എന്നാൽ ഈ യാത്രയ്ക്കായിട്ട് ഒരുങ്ങാത്ത ഒരു വ്യക്തിയെ ദൈവം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ മരണമെന്ന യാത്രയെക്കുറിച്ച് ചിന്തിക്കാത്ത, ഒരുങ്ങാതെ നടന്നതായ ഒരു വ്യക്തിയെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ ദൈവം അവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, മൂഢ എന്നാണ്. എന്തിനാണ് ദൈവം അവനെ അങ്ങനെ വിളിക്കുന്നത് എന്നെല്ലാം വായിക്കുമ്പോൾ കാണാൻ കഴിയും. 12-ാം അധ്യായം 20-ാം വാക്യം വായിക്കാം. മൂഢ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. അവൻ ധനവാനാണ്, ധനാഢ്യനാണ്, ലോകപ്രകാരം വിജയിച്ചൊരു വ്യക്തിയാണ്, ലോകപ്രകാരം സമ്പത്തുള്ളൊരു വ്യക്തിയാണ്, സ്ഥാനമാനങ്ങളും അനേക പുരസ്കാരങ്ങളും അവാർഡുകളും ലഭിച്ച വ്യക്തിയാണ്, പല ഡാഷ് മാഗസിനുകളുടെ അവാർഡുകളെല്ലാം സ്വന്തമാക്കിയ വ്യക്തിയാണ്. അവനെയാണ് ദൈവം വിളിക്കുന്നത് മൂഢ എന്ന്. ഇതെന്തൊരു പരസ്പര വിരുദ്ധമായ കാര്യമാണ് നമ്മൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ലോകത്തിൻ്റെ ത്രാസല്ല ദൈവത്തിൻ്റെ ത്രാസ്. ലോകം തൂക്കുന്നത് പോലെയല്ല, തൂക്കി നോക്കുന്നത് പോലെയല്ല ദൈവം തൂക്കി നോക്കുന്നതും പരിശോധിക്കുന്നതും. ഇവൻ ലോകപ്രകാരം വിജയിച്ച വ്യക്തിയാണെങ്കിലും, സമ്പത്തുള്ള വ്യക്തിയാണെങ്കിലും, സൗന്ദര്യമുള്ള വ്യക്തിയാണെങ്കിലും, പല സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തിയാണെങ്കിലും അവനെ ദൈവം മൂഢ എന്ന് വിളിക്കാനുള്ള കാരണം എന്തെന്ന് കൃത്യവും വ്യക്തവുമായിട്ട് വേദപുസ്തകം പറയുകയാണ്. 15-ാം വാക്യം: പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന് വസ്തുവകയല്ല അവൻ്റെ ജീവൻ ആധാരം എന്ന് പറയുന്നത്. അവൻ്റെ ജീവൻ ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല. അവൻ്റെ ജീവൻ ധന്യമാകുന്നത് അവൻ്റെ പ്രശസ്തി കൊണ്ടോ സ്ഥാനമഹിമകൾ കൊണ്ടോ ഈ ലോകത്തെന്തെങ്കിലും പേരും പെരുമയും കൊണ്ടോ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ, ആ ഉപമയുടെ അവസാന ഭാഗത്ത് എത്തുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ദൈവവിഷയമായി സമ്പന്നനാകണം. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു എന്ന് പറയുകയാണ്. മൂഢനായ ധനവാനെ പോലെയാകുമെന്ന്. നാം ദൈവവിഷയമായി സമ്പന്നരായോ? നാളുകളായിട്ട് വചനം കേൾക്കുന്ന നാം, നാളുകളായിട്ട് ദേവാലയത്തിൽ പോകുന്ന നാം, നാളുകളായിട്ട് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നാം ദൈവവിഷയമായി സമ്പന്നനായോ?
ഒന്ന് സ്വയം പരിശോധിക്കുന്നതല്ലാണ് ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്. ദൈവം 10 കൽപ്പനകളെ നമുക്ക് തന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു അത് 2 കൽപ്പനകളായിട്ട് ക്രോഡീകരിച്ചു. നിങ്ങൾക്കറിയാം, ഒന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. 2, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ വിഷയത്തിൽ നമ്മൾ സമ്പന്നരാണോ? പിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണോ? പിതാവുമായിട്ടുള്ള സ്നേഹബന്ധം എങ്ങനെയാണ്? പാപം ചെയ്യുന്ന വ്യക്തിക്ക് പറയാൻ കഴിയുമോ ഞാൻ എൻ്റെ പിതാവുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാണ് എന്ന്? പൂർണ്ണ ഹൃദയവും പൂർണ്ണ മനസ്സും പൂർണ്ണ ശക്തിയും എൻ്റെ പിതാവായ ദൈവത്തിനുള്ളതാണെന്ന് പറയാൻ കഴിയുമോ? ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാം ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? തമ്മിൽ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇവിടെ ഇവൻ ദൈവവിഷയമായി സമ്പന്നനാകാത്തതുകൊണ്ട്, അവൻ വചനപ്രകാരം ഒരുങ്ങാത്തതുകൊണ്ട്, മരിക്കാൻ ഒരുങ്ങാത്തതുകൊണ്ട്, മരണത്തിന് തയ്യാറെടുക്കാത്തതുകൊണ്ട്, ദൈവവുമായിട്ടുള്ള അവൻ്റെ ബന്ധം മോശമായതുകൊണ്ട് ദൈവം അവനെ വിളിക്കുന്നു മൂഢ എന്നുള്ളത്. ഈ ധനവാനെ മൂഢൻ എന്ന് വിളിക്കാൻ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അവൻ അവഗണിച്ചതായ 4 കാര്യങ്ങൾ. 1, ഹി ഇഗ്നോർഡ് ഗോഡ്. അവൻ ദൈവത്തെ അവഗണിച്ചു. 2, ഹി ഇഗ്നോർഡ് ഡെത്ത്. അവൻ മരണത്തെ അവഗണിച്ചു. 3, ഹി ഇഗ്നോർഡ് എറ്റേണിറ്റി. നിത്യതയെ അവൻ അവഗണിച്ചു. 4, ഹി ഇഗ്നോർഡ് അതേഴ്സ്. മറ്റുള്ളവരെ അവൻ അവഗണിച്ചു. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. ഒരു ഉപമയെ അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവയ്പ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. അവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ എന്ത് ചെയ്യേണ്ടു? ഞാൻ എന്നോട് എന്നുള്ള വാക്കുകളാണ് അവൻ ഉപയോഗിക്കുന്നത് മുഴുവനും. ഒരു സെൽഫ് സെൻറ്റേർഡ് ലൈഫാണ് അവൻ നയിക്കുന്നത്, സ്വയകേന്ദ്രീകൃതമായ ജീവിതം. അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല. ഞാൻ എന്തു ചെയ്യേണ്ടു? 18-ാം വാക്യം, പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് എൻ്റെ കളപ്പുര അധികം വലിയത് പണിത് എൻ്റെ വിളവ് വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. 19-ാം വാക്യം, എന്നിട്ട് എന്നോട് തന്നെ ഒന്നിലും ദൈവമില്ല. എന്നോട് ഇങ്ങനെയുള്ള വാക്കുകളാണ് അവൻ ഉപയോഗിക്കുന്നത് മുഴുവനും. എല്ലാം സെൽഫ് സെൻറ്റേർഡായ ലൈഫാണ് അവൻ നയിക്കുന്നത് മുഴുവനും. പ്രിയമുള്ളവരെ, ഇന്ന് അനേകരും അങ്ങനെയാണ്. ദൈവമില്ല, ദൈവത്തോട് ആലോചനയില്ല, സ്വന്തം ഇഷ്ടപ്രകാരം. പലരും പറയണമെന്ന് കേട്ടിട്ടില്ലേ? ഞാൻ ഉണ്ടാക്കി എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ വാഹനം, എൻ്റെ സ്വത്ത്, എൻ്റെ ബാങ്ക് ബാലൻസ്, എൻ്റെ ശമ്പളം. ഇങ്ങനെയാണോ സഹോദരന്മാരെ? ദൈവം തന്നു എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടോ? ഇവരാ ചിന്തയില്ലായിരുന്നു. അവൻ ദൈവത്തെ അവഗണിച്ച് കളയുന്ന വ്യക്തിയായിരുന്നു. 14-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായിട്ട് മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. വഷളന്മാരായിട്ട് മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരെ ദൈവം വിളിക്കുന്ന പേര് മൂഢൻ എന്നാണ്. അവരുടെ പ്രവൃത്തി നോക്കിയാൽ അറിയാം ദൈവം ഇല്ലാത്തവരെ പോലെയാണ് ജീവിക്കുന്നത്. നമ്മുടെ പ്രവൃത്തി കണ്ടാൽ ദൈവം ഉള്ളവരെ പോലെയാണോ ദൈവം ഇല്ലാത്തവരെ പോലെയാണോ? നമ്മുടെ പെരുമാറ്റം കണ്ടാൽ, നമ്മുടെ കോപ സ്വഭാവം കണ്ടാൽ, നമ്മുടെ ജോലിക്ക് പോകുന്ന സ്വഭാവം കണ്ടാൽ, ജോലി ചെയ്യുന്ന രീതി കണ്ടാൽ, ബിസിനസ് ചെയ്യുന്ന രീതി കണ്ടാൽ ന്യായത്തോടും സത്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. നമ്മുടെ സംസാരം സത്യത്തിലുള്ള സംസാരമാണോ? അതോ നുണ കയറി വരുന്നുണ്ടോ? നീതിയും വിശുദ്ധിയുള്ള ജീവിതമാണോ? നമ്മുടെ പെരുമാറ്റങ്ങളും പ്രവൃത്തികളും എങ്ങനെയാണ് പ്രിയമുള്ളവർ? ദൈവം ഉണ്ടോ? നമ്മുടെ പ്രവൃത്തികൾ കണ്ടാൽ ജനം പറയുമോ ദൈവം ഉണ്ട് എന്ന്? മൂഢൻ ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനം ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാർ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നതെന്ന്. സഭാപ്രസംഗികളുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. എപ്പോഴും നിന്റെ സ്രഷ്ടാവിനെ ഓർക്കുക. ദുർദിവസങ്ങൾ നിനക്ക് വരാൻ പോവുകയാണ്. നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ദൈവവിചാരമില്ലാതെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ, യഹോവ ഇടയനായിട്ട് നീ കരുതുന്നില്ല എങ്കിൽ, നീ മരണനിഴലും താഴ്വരയിൽ കൂടെ പോകുമ്പോൾ പട്ടുപോകും. സഹോദരന്മാരെ, വളരെ സൂക്ഷിക്കേണ്ടതാണ്. ആത്മീയ ജീവിതം നിസാരവൽക്കരിക്കാൻ പാടില്ല.
ആത്മീയ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം ആത്മീയ ജീവിതത്തോടു കൂടി നമ്മൾ നയിക്കേണ്ടതാണ് എന്ന് മാത്രമല്ല, നിത്യത വരെ അത് വിശുദ്ധിയോടുകൂടി കാക്കേണ്ടതാണ്. ആരും നിസ്സാരവൽക്കരിക്കരുത്. അവൻ ദൈവത്തെ അവഗണിച്ചു കളഞ്ഞു. രണ്ടാമത്തെ അവൻ്റെ അവഗണന, ഹി ഇഗ്നോർഡ് ഡെത്ത്. അവൻ മരണത്തെ അവഗണിച്ച വ്യക്തിയാണ്. 12 അധ്യായം 19 വാക്യത്തിലെ അവൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വായിക്കാം. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, അവൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവൻ പറയുകയാണ്, എനിക്ക് ഏറിയ ആണ്ടുകളുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് ഏറിയ ആണ്ടുകളുണ്ട്, അതുകൊണ്ട് ആ ആണ്ടുകളിൽ മുഴുവനും നീ സുഖിച്ചുകൊള്ളാൻ അവനോട് തന്നെ പറയുകയാണ്. അപ്പോഴാണ് ദൈവം പറയുന്നത്, മൂഢ, ഈ രാത്രി നീ മരിക്കും. ഏറിയ ആണ്ടുകളോ? ഏറിയ ആണ്ടുകളോ? ആവി പോലുള്ളതായ, പുല്ല് പോലുള്ളതായ നിന്റെ ആയുസ്, നിഴൽ പോലുള്ളതായ നിന്റെ ആയുസ്, ഒരു ശ്വാസം പോലുള്ള ആയുസ് ഏത് സമയത്തും കടന്നു പോകാം. എന്നിട്ട് ഏറിയ ആണ്ടുകൾ എന്നാണ് അവൻ പറയുന്നത്. ഒരിക്കൽ പാട്ടുകാരൻ പാടി, അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം, അന്തമെന്താ ചിന്ത ചെയ്യുക സോദര വേഗം, അധിക വാസമിഹത്തിലില്ലേ ഒടുവിലെന്താകും, അധിക വാസമിഹത്തിലില്ലേ ഒടുവിലെന്താകും, പാപം ചെയ്തു കാലമെല്ലാം പാഴിലാക്കിയാൽ, പാപം ചെയ്തു കാലമെല്ലാം പാഴിലാക്കിയാൽ, ഇന്നു നിന്റെ നാഥൻ വന്നാൽ അന്തമെന്താകും, ഇന്നു നിന്റെ നാഥൻ വന്നാൽ അന്തമെന്താകും. ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും, എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും. ആത്മാവിനെ കരുതിടാതെ ജീവിച്ചാൽ എന്താകുമെന്ന്? ഒരു നാൾ നീ മരിക്കും. നീ പാപം ചെയ്ത കാലമെല്ലാം പോക്കിയാൽ ഇന്ന് നിന്റെ നാഥൻ വന്നാൽ എന്താകും? ഒന്നെങ്കിൽ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? മൂന്നാമതേ അവൻ്റെ തെറ്റ് 12 അധ്യായം 19 വാക്യം വായിക്കുമ്പോൾ, അവൻ നിത്യത അവഗണിച്ചു എന്നുള്ളതാണ്. ഹി ഇഗ്നോർഡ് ഇറ്റേണിറ്റി. വായിക്കാം. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് അവൻ പറയുകയാണ്. കാരണം അവന് നിത്യതയെക്കുറിച്ച് ചിന്തയില്ല. അവൻ്റെ പാപജീവിതം തുടരുകയാണ്. വചനം പറയുന്നുണ്ട്, ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക. പാപജീവിതത്തിൽ തുടർന്നാൽ ഒരു ന്യായവിധി ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടതാണ് എന്ന്. സഭാപ്രസംഗികളുടെ പുസ്തകം 8 അധ്യായം 11 വാക്യം വായിക്കാം. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കാത്തതുകൊണ്ട്, തൽക്ഷണമില്ല, അതുകൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാനായിട്ട് ധൈര്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് പാപം ചെയ്യാനായിട്ട് യാതൊരു മടിയുമില്ലാതെ ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ് മദ്യപാനം? എന്തുകൊണ്ടാണ് വ്യഭിചാരം? എന്തുകൊണ്ടാണ് ബ്ലൂ ഫിലിംസ്? എന്തുകൊണ്ടാണ് അഴുക്കായ രീതിയിൽ യൗവനക്കാരെല്ലാം തകർന്ന് ജീവിക്കുന്നത്? പ്രിയമുള്ളവരെ, തൽക്ഷണം ശിക്ഷാവിധി വരുന്നില്ല. അതുകൊണ്ട് പാപം ചെയ്യാൻ ധൈര്യം കാട്ടുകയാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചുകൊള്ളുക, പാപത്തിന് ശിക്ഷയുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. നിത്യതയിൽ കെടാത്ത തീയും ചാവാത്ത പുഴുവുമുള്ള ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വാഴണമെങ്കിൽ ഈ പാപത്തെ വിട്ടുകളഞ്ഞേ പറ്റുകയുള്ളൂ, മാനസാന്തരപ്പെട്ടേ പറ്റുകയുള്ളൂ, അല്ല വിശുദ്ധ ജീവിതം തുടങ്ങിയേ പറ്റുകയുള്ളൂ. സഹോദരന്മാരെ, സഹോദരിമാരെ, നാളുകളായിട്ട് വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നും ജീവിതത്തിൽ പാപമുണ്ടോ? ഇന്നും ജീവിതത്തിൽ അശുദ്ധിയുണ്ടോ? ഇന്നും ജീവിതത്തിൽ അഹങ്കാരമുണ്ടോ? ഇന്നും ജീവിതത്തിൽ വാഗ്വാദങ്ങളും തർക്കങ്ങളുമാണോ? പിടിവാശിയാണോ? ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവധി തൽക്ഷണമില്ലാത്തതുകൊണ്ട് മനുഷ്യർ പാപം ചെയ്യാനായിട്ട് ധൈര്യപ്പെടുന്നു. നാലാമത്തെ അവൻ്റെ തെറ്റ്, അവൻ്റെ അവഗണന 12 അധ്യായം 18 വാക്യമാണ്. ഹി ഇഗ്നോർഡ് അതേഴ്സ്. അവൻ മറ്റുള്ളവരെ അവഗണിച്ചു. പിന്നെ അവൻ പറഞ്ഞു, ഞാനിത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയെല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. അവൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ പണിയുമെന്ന് പറഞ്ഞിട്ട് അവൻ പറയുകയാണ്, ഇതെല്ലാം ഞാൻ അവിടെ കൂട്ടി വെക്കും. ഇതെല്ലാം കൂട്ടി വെക്കും. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് അവന് ചിന്തയില്ല.
ആ ദേശത്ത് എത്രയോ ദരിദ്രന്മാരുണ്ട്, എത്രയോ സഹായം ആവശ്യമുള്ളവരുണ്ട്, രോഗികളുണ്ട്. ഇതൊന്നും അവന് ചിന്താ വിഷയമില്ല. അവനൊരു സ്വാർത്ഥനായിരുന്നു. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഞാൻ സ്വാർത്ഥനാണോ? നിങ്ങളൊരു സ്വാർത്ഥമതിയാണോ? നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ ചുറ്റപ്പെട്ടിരിക്കുകയാണോ നിങ്ങളുടെ ജീവിതം? മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? കർത്താവിൻ്റെ രണ്ടാമത്തെ കൽപ്പനയാണ് മറ്റുള്ളവരെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള കാര്യം. അത് സാധിക്കുന്നുണ്ടോ? നിങ്ങൾ ആത്മീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് വചനം കൊടുക്കാൻ ഉത്സാഹിക്കുന്നുണ്ടോ? അവരെ സഹായിക്കുന്നുണ്ടോ? അവരെ ദൈവവചനം കേൾക്കാൻ സഹായിക്കുന്നുണ്ടോ? ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ അത് നഷ്ടമാണ് പ്രിയമുള്ളവരെ. മൂഢ എന്നുള്ള വിളി കേൾക്കേണ്ടതായിട്ട് വരും. റിച്ചാർഡ് ഉംബ്രാൻ പറയുന്നുണ്ട്, ഒരു സാധാരണ പൗരനേക്കാൾ കൂടുതൽ ചെലവിട്ടാൽ അത് ആഡംബരമാണ് എന്ന് പറയുന്നുണ്ട്. ഒരു സാധാരണ പൗരനേക്കാൾ കൂടുതൽ നമ്മൾ ചെലവിടുകയാണെങ്കിൽ അത് ആഡംബരമാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ദേശത്തോ നിങ്ങളുടെ സ്ഥലത്തോ ഒരു സഹോദരൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ ഒരു കൊള്ളക്കാരനാണെന്നാണ് പറയുന്നത്. കാരണം അവന് കിട്ടേണ്ടത് കിട്ടാതെ വണ്ണം തടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന്. നിങ്ങളുടെ ദേശത്ത് ഒരു വ്യക്തി മരിച്ചു പോകുന്നുണ്ടെങ്കിൽ, പട്ടിണി മൂലം മരിച്ചു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൊലപാതകിയാണ് എന്നാണ് ദേവദാസന്മാർ പറയുന്നത്. പരിശോധിച്ച് നോക്കൂ. മറ്റുള്ളവരെ കുറിച്ച് ചിന്തയുണ്ടോ? ഇവനെ ദൈവം മൂഢായെന്ന് വിളിച്ചത് ഈ ലോകത്തിന്റെ ത്രാസിൽ തൂക്കിയിട്ടല്ല. ദൈവം പരിശോധിച്ച് നോക്കിയപ്പോൾ അവന് ദൈവഭയമില്ല, ദൈവത്തെക്കുറിച്ച് ചിന്തയില്ല, അവൻ്റെ ആത്മാവിനെ കുറിച്ച് അവൻ ചിന്തയില്ല, നിത്യതയിൽ എൻ്റെ ആത്മാവ് എവിടെ ചെല്ലുമെന്നുള്ള ചിന്തയില്ല, മറ്റുള്ളവരെ കുറിച്ച് അവൻ ചിന്തിച്ചില്ല, മരണത്തിനായിട്ട് അവൻ ഒരുങ്ങിയില്ല. പരിശോധിക്കുക പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരുക്കമുണ്ടോ? മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇവിടെ കർത്താവ് പറയുകയാണ്, ദൈവവിഷയമായി സമ്പന്നനായില്ല എങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാവും എന്ന്. ദൈവവിഷയമായി സമ്പന്നനാണോ? മാനസാന്തരപ്പെട്ടവരാണോ? വീണ്ടും ജനിച്ചവരാണോ? യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാണോ? പാപമോചനം കിട്ടിയെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണോ? വിശുദ്ധ ജീവൻ നയിച്ചവരാണോ? ദൈവവിഷയമായി സമ്പന്നനാണോ? പ്രിയമുള്ളവരെ, നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. നിത്യജീവൻ തരാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ, പുത്രനെ തന്നെ ആദരിക്കാതെ ദൈവം നൽകിയിട്ടും ആ യേശുവിനെ സ്വന്തമാക്കിയില്ല എങ്കിൽ നമ്മളെ മൂഢനെന്ന് അല്ലാതെ പിന്നെ എന്തു പറയും? ഇന്ന് പരിശോധിക്കൂ. എൻ്റെ കർത്താവേ, ഞാൻ മരണമെന്ന യാത്രയിലൂടെ അക്കരെ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ല ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് വരുമ്പോൾ, കർത്താവേ, എൻ്റെ അവസ്ഥ എന്താകും? എനിക്കായിട്ട് തുറക്കുന്ന സ്ഥലം സ്വർഗമാണോ അത് നരകമാണോ? അവിടെ എൻ്റെ തല താണു പോകുമോ? ഒരു നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ തലകളെ വണക്കാം. ഒന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പരിശോധിച്ച് നോക്കാം. എൻ്റെ കർത്താവ് ഇന്ന് വചനം കേൾക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ, മരണത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ എൻ്റെ കയ്യിൽ എന്താണുള്ളത്? കർത്താവേ, ഈ ഭൂമിയിൽ എന്തെങ്കിലും ഞാൻ നേടിയെങ്കിൽ അതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ സ്വർഗത്തിൽ നിലനിൽക്കുന്ന നിക്ഷേപം എന്താണ് കർത്താവേ ഉള്ളത്? പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഞാനും പരിശോധിക്കുകയാണ്. ഞാൻ എൻ്റെ യേശുവിനെ സ്വന്തമാക്കിയോ? എനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞവനായ യേശുവിനെ സ്വന്തമാക്കിയോ? ആ യേശുവിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ എനിക്ക് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ പറ്റും, യഹോവ എൻ്റെ കൂടെയുണ്ട്, യഹോവ എൻ്റെ ഇടയനാണ്. മരണനിഴലിലും താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരിടത്തും ഭയപ്പെടുകയില്ല. എൻ്റെ സ്നേഹനിധിയായ കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും ഒരുങ്ങുവാനുള്ള കൃപ കൊടുക്കണമേ. എപ്പോഴും ഒരുങ്ങിയിരിപ്പാനുള്ള അനുഗ്രഹം കൊടുക്കണമേ. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുങ്ങാനുള്ള കൃപ കൊടുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഒരിക്കൽ കൂടി അങ്ങേക്കായിട്ട് സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ കളഞ്ഞവനായ യേശുവെ, ഇന്നു മുതൽ ഞങ്ങൾ നിനക്കായിട്ട് ജീവിച്ചുകൊള്ളാം. സകലതും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ടത്തിന് തരുമാറാകണമേ. ആമേൻ.